വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും അരുൺ. അസാധാരണ നയപ്രഖ്യാപനം. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇത്രയും ദൈർഘ്യം കുറഞ്ഞ ഒരു നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു ഗവർണറുടെ സമീപനവും ഉണ്ടായിട്ടില്ല. ആകെ 1 മിനിറ്റ് 17 സെക്കൻഡാണ് നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ നടത്തിയത്. അവസാന പാരഗ്രാഫ് മാത്രം വായിച്ച് അവസാനിപ്പിച്ചു. സഭയിലാകെ ചെലവഴിച്ചത് 6 മിനിറ്റും. എങ്ങനെയായിരുന്നു ആ 6 മിനിറ്റ്? എങ്ങനെ കാണണം? രജനി, ഗവർണറെ നിയമസഭയുടെ കവാടത്തിൽ മുഖ്യമന്ത്രിയും സ്പീക്കറും നിയമസഭാ സെക്രട്ടറിയും ചേർന്ന് സ്വീകരിച്ചു. അതിനുമുമ്പ് ഗവർണർ വന്നിറങ്ങുമ്പോൾ ഗാർഡ് ഓഫ് ഓർഡർ എന്ന പതിവ് ഉണ്ടായിരുന്നു. ആ ഗാർഡ് ഓഫ് ഓർഡർ സ്വീകരിച്ച് ഗവർണർ വരുമ്പോൾ മുഖ്യമന്ത്രി ബൊക്കെ നൽകി. അവിടെ ഹസ്തദാനം ഉണ്ടായില്ല, മുഖത്തോട് മുഖം നോക്കിയില്ല. മുഖ്യമന്ത്രി ഗവർണറെ മുഖത്ത് നോക്കുമ്പോഴും അദ്ദേഹം കണ്ണടച്ച് നിൽക്കുമ്പോൾ ഒരു ചിത്രം നമുക്കിപ്പോൾ ലഭ്യമായിട്ട് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് അതിൽ കൃത്യമായി കാണാം. മുഖ്യമന്ത്രി അദ്ദേഹത്തെ നോക്കുമ്പോൾ അദ്ദേഹം കണ്ണടച്ച് സ്പീക്കറുടെ ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്നു. അവിടെ നിന്ന് ഗവർണർ അകത്തേക്ക് കടക്കുന്നു. മുഖ്യമന്ത്രിയും സ്പീക്കറും മറ്റ് പാർലമെന്റ് കാര്യമന്ത്രി അടക്കമുള്ള അദ്ദേഹത്തെ അനുഗമിക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹം സഭയിലേക്ക് എത്തുന്നു. അവിടെ സഭയിലേക്ക് എത്തുമ്പോൾ ദേശീയഗാനം മുഴങ്ങുന്നു. ദേശീയഗാനത്തിന് ശേഷം ഈ നയപ്രഖ്യാപന പ്രസംഗം തുറന്ന് ആ ബുക്ക് തുറന്ന് അദ്ദേഹം ആദ്യ വരി ബഹുമാനപ്പെട്ട സ്പീക്കർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു അഭിസംബോധന മാത്രം ആദ്യം വായിക്കുന്നു. അതിനുശേഷം അവസാന പാരഗ്രാഫും വായിച്ച് തന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് വരുത്തി തീർത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങുന്നു. ഗവർണർ മടങ്ങുമ്പോൾ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തുന്നു. ഗവർണർക്കെതിരെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. അത് പിന്നീട് വാർത്താ സമ്മേളനത്തിലും വ്യക്തമായി. സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗങ്ങളൊന്നായി ഇത് രേഖപ്പെടുത്തി കഴിഞ്ഞു. മാത്രവുമല്ല, ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിന്റെ പേരിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ഈ രീതിയിൽ അവസാനിപ്പിക്കുന്നത് സഭാചരിത്രത്തിൽ അപൂർവമെന്ന് കൂടി പറയേണ്ടി വരും. അത്തരത്തിലൊരു നയപ്രഖ്യാപന പ്രസംഗമാണ്. സർക്കാരും ഗവർണറുമായുള്ള ബന്ധം എത്രമാത്രം വഷളാണ്, എത്രമാത്രം മോശമാണ്, അത് നികത്താനാകാത്ത വിടവുണ്ടായി കഴിഞ്ഞു എന്ന് ഒന്നുകൂടി വ്യക്തമാക്കുന്ന സംഭവ വികാസങ്ങളാണ് നിയമസഭയിൽ ഉണ്ടായത്. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പ്രധാനമന്ത്രി സ്വീകരിക്കാൻ കൊച്ചിയിൽ മുഖ്യമന്ത്രിയും ഗവർണർ നേരിൽ കണ്ടപ്പോഴത്തെ സാഹചര്യം അതിന് ഒട്ടും മാറ്റം വന്നിട്ടില്ല. പകരം കൂടുതൽ മോശമാകുന്നു. ഗവർണർ തൻ്റെ സർക്കാർ നയം പ്രഖ്യാപിക്കാനാണ് വന്നതെങ്കിലും അദ്ദേഹം പ്രഖ്യാപിച്ചു പോയത് സർക്കാരുമായി ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പുമില്ലെന്ന മാറ്റമില്ലാത്ത തൻ്റെ നയം തന്നെയാണ് ഗവർണർ ഇവിടെ പ്രഖ്യാപിച്ചത്. സർക്കാർ ആകട്ടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരെയുള്ള പതിവ് വിമർശനങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ ഉന്നയിച്ചു എന്നതിനപ്പുറത്തേക്ക് ഗവർണർ സംസ്ഥാനത്തെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഗവർണർ BJPയുടെ ആയുധമായി മാറി സർക്കാരിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന പതിവ് രാഷ്ട്രീയ വിമർശനമോ സർവകലാശാലകളിൽ ഗവർണർ ഇടപെടലോ ഒന്നും ഒരു വാക്കുകൊണ്ട് പോലും ഗവർണറെ കുത്തുനോവിക്കാത്ത അല്ലെങ്കിൽ ആ വിമർശനങ്ങൾ പൂർണ്ണമായും വിഴുങ്ങിക്കൊണ്ട നിലപാടാണ് സർക്കാരും സ്വീകരിച്ചത്. പക്ഷേ ഗവർണർ അത്തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. തനിക്കെതിരെ വിമർശനമില്ലെങ്കിലും ഈ നയപ്രഖ്യാപന പ്രസംഗം അതേപടി വായിക്കാൻ തയ്യാറല്ല എന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് ഗവർണർ ഇവിടെ നിന്ന് മടങ്ങിയത്. പ്രതിപക്ഷം ഗവർണർ രൂക്ഷമായി വിമർശിക്കുന്നു. ഗവർണറുടേത് നിയമസഭയോടുള്ള അവഹേളനമെന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുന്നു. സഭയുടെ ചരിത്രത്തിലെ കറുത്ത ദിനങ്ങളിലൊന്നായി പ്രതിപക്ഷം ഇതിനെ കാണും. അതിനൊപ്പം സർക്കാരിനെതിരെയും പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതിന് കാരണം സർക്കാരും ഗവർണറും ഒത്തുകളിയാണ്. ഇത്തരത്തിൽ ഗവർണർക്കെതിരെ വിമർശനം ഇതിൽ ഉൾക്കൊള്ളിക്കാത്തത് എന്ന വിമർശനവും കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അരുൺ, ഇതില് ഈ തുടക്കം മുതൽ ഈ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാരിന് ആശങ്കകൾ ഉണ്ടായിരുന്നു. ഗവർണർ ഏത് രീതിയിലുള്ള സമീപനമായിരിക്കും സ്വീകരിക്കുക എന്ന വിഷയത്തിലടക്കം. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടുമായി ബന്ധപ്പെട്ട ഗവർണർ ഒരു വിശദീകരണവും ചോദിക്കാതെ, മുൻ വർഷങ്ങളിലെ കാര്യങ്ങളൊന്നും ആവർത്തിക്കാതെ കരടിൽ ഗവർണർ ഒപ്പുവെക്കുന്ന സമീപനം നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ വിലയിരുത്തിയതാണ് ഗവർണർക്കെതിരായ വിമർശനങ്ങൾ ഉണ്ടായേക്കില്ല, പക്ഷേ കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന് അന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഇതിനു മുമ്പും ഇതിപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ 7ാമത്തെ നയപ്രഖ്യാപന പ്രസംഗമാണ് സഭയിൽ. ഇതിനു മുമ്പും ഇത്തരത്തിൽ കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങൾ ഉള്ളപ്പോഴൊക്കെ ഗവർണർ നിലപാട് സ്വീകരിക്കുന്നതും നമ്മൾ കണ്ടു. പിന്നീട് സർക്കാരും മന്ത്രിമാരും ഗവർണറെ കണ്ട് അനുനയിപ്പിക്കുന്നതും നമ്മൾ കണ്ടതാണ്. പിന്നീട് അത് വായിക്കുന്നതും സഭയിൽ കണ്ട് എതിർപ്പറിയിച്ച് വായിച്ചതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ സർക്കാർ ഇങ്ങനെ ഒരു നയപ്രഖ്യാപനം ഇതിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ഒഴിവാക്കുമോ, ഭാഗങ്ങൾ ഒഴിവാക്കുമോ, അതൃപ്തി അറിയിച്ച് വായിക്കുമോ എന്ന കാര്യത്തിലൊക്കെ ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ സർക്കാരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് സർക്കാർ പ്രതീക്ഷിച്ചിരുന്നോ? സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു അപ്രതീക്ഷിതമായിരുന്നില്ലേ?
എന്ന് വേണം കരുതാൻ. കാരണം ഗവർണർ ഇത്തരമൊരു കടുത്ത നിലപാടിലേക്ക് ഗവർണർ സർക്കാരുമായി തർക്കത്തിലാണ്, എതിർപ്പുണ്ട്. പക്ഷേ എങ്കിലും പ്രഖ്യാപന പ്രസംഗം ഗവർണർ ഒരു ഭേദഗതിയും വരുത്താതെ ഒപ്പിട്ട് നൽകുമ്പോൾ സർക്കാർ ഇത്തരമൊരു കടുത്ത നിലപാട് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. സമയത്തിനകം മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ CPM-ന്റെ ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷി യോഗം AK സെന്ററിൽ ചേരുകയാണ്. അതിനുശേഷം മന്ത്രിമാരെല്ലാം അതിൽ പങ്കെടുക്കുകയാണ്. അവിടെ നിന്ന് മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ ഉണ്ടാകും. എന്താണ് അവരുടെ ഒരു ഇക്കാര്യത്തിലെ നിലപാട് എന്ന് അപ്പോൾ വ്യക്തമായി അറിയാൻ കഴിയാതെ സർക്കാർ ഇത്ര ഒരു കടുത്ത നിലപാട് ഗവർണറുടെ ഭാഗത്ത് സ്വീകരിച്ചില്ല എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. SBB അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വാഭാവികമായും പ്രതിപക്ഷം ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ട നിലപാട് വ്യക്തമാക്കുന്നത് നമ്മൾ കണ്ടതാണ്. സഭയെ അവഹേളിച്ചു, കറുത്ത ദിനമാണ്, ഭരണഘടനാപരമായ ഉത്തരവാദിത്തം ഗവർണർ നിർവഹിച്ചില്ല എന്നൊക്കെ പ്രതിപക്ഷം പറയുമ്പോഴും ഇവിടെ പ്രതിക്കൂട്ടിൽ പ്രതിപക്ഷം പ്രധാനമായും നിർത്തുന്നത് സർക്കാരിനെ തന്നെയാണ്. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം സർക്കാരിന് കൂടിയുണ്ട്. സർക്കാർ ഒപ്പം കൃത്യമായി പറയുന്നുണ്ട്, നാടുനീളെ ഗവർണറെ വിമർശിച്ച് നടന്ന സർക്കാർ ഒരു വാക്കുകൊണ്ട് പോലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർക്കെതിരായ വിമർശനമില്ല എന്ന് പ്രതിപക്ഷം അവിടെ ആവർത്തിച്ച് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എല്ലാ നേതാക്കളും പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇതും വരും ദിവസങ്ങളിലും രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം മാറ്റും. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ചേരുന്ന ഒരു സഭാ സമ്മേളനം കൂടിയാണല്ലോ.